നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഒഴിഞ്ഞു മാറേണ്ടതില്ലെന്ന ശക്തമായ സൂചന നൽകി CPM പോളിറ്റ് ബ്യൂറോ. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കേരള നേതൃത്വം സമർപ്പിച്ച ഔദ്യോഗിക അവലോകന റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ ഡൽഹിയിൽ ചേർന്ന PB യോഗം വിസമ്മതിച്ചു. താഴെത്തട്ടിൽ പാർട്ടിയെ തകർത്തത് പിണറായിയുടെയും ഗോവിന്ദന്റെയും ശൈലിയാണെന്ന വികാരം അണികളിൽ ശക്തമായിട്ടും അതിനെ മൂടിവെക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിനെയാണ് PB തള്ളിക്കളഞ്ഞത്. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിട്ടും അവയിൽ ഉയർന്നു വന്ന അണികളുടെ വികാരത്തിന്റെ അന്തസത്ത അതേപടി പ്രതിഫലിപ്പിക്കുന്നതായില്ല സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടെന്ന് PB തുറന്നടിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ ശൈലിക്കും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം.വി. ഗോവിന്ദന്റെ നിലപാടുകൾക്കും എതിരെ ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഉന്നത നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൊള്ളത്തരം PB യോഗത്തിൽ പൊളിഞ്ഞു വീഴുകയായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് സംസ്ഥാനം വിലയിരുത്തുമ്പോൾ സമയോചിതമായ ഇടപെടലിലൂടെ അത് തിരുത്തിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന ചോദ്യം PB ഉന്നയിച്ചു. ഇക്കാര്യത്തിലെ ഉന്നത നേതൃത്വത്തിന്റെ വീഴ്ചയും അനാസ്ഥയും സംസ്ഥാന അവലോകന രേഖയിൽ പ്രതിഫലിച്ചിട്ടില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. പിണറായി വിജയനും ഗോവിന്ദനും ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് പരാജയത്തിന് ആക്കം കൂട്ടിയതെന്ന് PB പറയാതെ പറയുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഉന്നത നേതൃസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രകടമാകുന്ന പാർലമെന്ററി വ്യാമോഹവും വ്യക്തിപൂജകളോടുള്ള കണ്ണടയ്ക്കലും ഉൾപ്പെടെ അന്യവർഗ ചിന്താഗതി ശക്തിപ്പെടുന്നുവെന്ന് യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നു. വ്യക്തിപൂജയ്ക്ക് വഴിമാറിയ നേതാക്കളുടെ അഹന്തയാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതെന്ന് PB വിലയിരുത്തി. കേരള ഘടകത്തിന്റെ നിലവിലെ സമീപനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് പൂർണ്ണ വിശ്വാസമില്ലാത്തതിനാൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം പിണറായിക്കും ഗോവിന്ദനും അഗ്നിപരീക്ഷയാകും. 15 കൊല്ലത്തിന് ശേഷമാണ് ദേശീയ തലത്തിൽ പാർട്ടി ഇത്തരമൊരു വിശദമായ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകുന്നത്. 2015 ഡിസംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി പ്ലീന തീരുമാനങ്ങൾ പൂർണ്ണ തോതിൽ പ്രാവർത്തികമായില്ല എന്നതിന്റെ സൂചനയാണ് വർദ്ധിച്ചു വരുന്ന പാർലമെന്ററി വ്യാമോഹമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. 10 വർഷത്തെ ഭരണം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ പോലും പാർലമെന്ററി വ്യാമോഹം അടിമകളാക്കിയെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചു. മുതിർന്ന നേതാക്കൾക്കിടയിൽ പാർലമെന്ററി വ്യാമോഹം പല തട്ടുകളിലും പ്രകടമാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന ചിലർ UDF സഹായത്തോടെ മത്സരിക്കാനിറങ്ങിയത് ഇതിന്റെ തെളിവാണ്. G. സുധാകരൻ, TK ഗോവിന്ദൻ, V. കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ കാര്യമാണ് യോഗത്തിൽ പരാമർശിക്കപ്പെട്ടതെങ്കിലും ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത അധികാര കേന്ദ്രങ്ങളെ തന്നെയാണെന്ന് സ്പഷ്ടമാണ്. സംഘടനയെ താഴെത്തട്ടിൽ നിന്നും പൂർണ്ണമായി അഴിച്ചുപണിയാനും തെറ്റുതിരുത്തൽ പ്രക്രിയ ശക്തമാക്കാനുമുള്ള PB നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച തെറ്റുതിരുത്തൽ രേഖ അടുത്ത മാസം 11, 12, 13 തീയതികളിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. ഇതിനായി പ്രത്യേക പ്ലീനം ചേരേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുക്കും. കേരള ഘടകത്തിനുമേൽ കേന്ദ്ര നേതൃത്വം പിടിമുറുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താൻ BJP നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളെയും PB വിലയിരുത്തി. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെയാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടാതെ ദ്രാവിഡ പാർട്ടികൾ കാലങ്ങളായി ഭരിച്ചിരുന്ന തമിഴ്നാട്ടിൽ വിജയുടെ TVK അധികാരത്തിൽ വന്നത് ഇടതുപക്ഷം സൂക്ഷ്മമായി പഠിക്കേണ്ട വിഷയമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു.